It's me Harsha and welcome back. അപ്പോൾ ഇന്ന് നമുക്ക് പൊന്നോണം സീരീസിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ഒരു ട്രഡീഷണൽ പട്ടുപാവാടയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് പ്രൈം ചെയ്യുക. മോയ്സ്ചറൈസർ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു ഇലുമിനേറ്റിംഗ് പ്രൈമർ വെച്ചിട്ട് പ്രൈം ചെയ്യുക. ഈ സ്റ്റെപ്പ് വേണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, പക്ഷെ അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഞാനിവിടെ കൺസീലറാണ് അപ്ലൈ ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ഒന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, കൺസീലർ മാത്രം അൺഡ്രൈസിലും ആൻഡ് കുറച്ച് ഡോട്ടായിട്ട് ഒന്ന് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഫൗണ്ടേഷൻ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് ബേസിക്കലി ഒരു ടീനേജേഴ്സ് അല്ലെങ്കിൽ കുറച്ച് യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഒരുപാട് ഹെവി ആക്കാതിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏതൊരു കളർ പട്ടുപാവാടയാണെങ്കിലും ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലെൻഡിങ് ആണ്. കൺസീലർ നന്നായിട്ട് ഒരു പാച്ചസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത്. നെക്സ്റ്റ് നമ്മൾ കൺസീലർ ഒന്ന് സെറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ അൺഡ്രൈസിൽ മാത്രമേ എനിക്കിപ്പോൾ സെറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൂ, കാരണം അതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ. ഫുൾ ഫേസ് ഇങ്ങനെ കേക്കി ആയിട്ടിരിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൺസീലർ ജസ്റ്റ് നമ്മുടെ റിങ്കിൾസ്, അതായത് നമ്മുടെ മടക്ക് വരുന്ന ഭാഗങ്ങൾ ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ കമ്പാക്റ്റ് ഇട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ്, എൻഹാൻസറാണ് ബേസിക്കലി കേട്ടോ. നല്ലൊരു എൻഹാൻസറാണ്, എറ്റ്യൂഡ് ഹൗസിൻ്റെ നല്ലൊരു ഐബ്രോ പ്രോഡക്റ്റാണിത്. അത് വെച്ചിട്ട് ഞാൻ ചെറിയ സ്ട്രോക്സ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയ സ്ട്രോക്സ് ആദ്യമേ വരച്ചു കൊടുത്തിട്ട് ഒരു ആർക്ക് പോലെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഭയങ്കര ലൈറ്റായിട്ട് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഒരു സ്പൂളി വെച്ചിട്ട് അതൊന്ന് ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നല്ല സീംലെസ് ആയിട്ട്, നമ്മൾ നാച്ചുറലായിട്ട് നമുക്ക് ആ സ്ട്രോക്സ് ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ആവും. ഇനി ഞാൻ ഒരു ലിക്വിഡ് ബ്ലഷാണ് എടുക്കുന്നത്. ഇത് NYBയുടെ ലിക്വിഡ് ബ്ലഷാണ് കേട്ടോ. പുതിയതായിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ബിലീവ് മീ, നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ബ്ലെൻഡ് ചെയ്താൽ നമുക്ക് അറിയാൻ കൂടി ഇല്ല, അത്രയ്ക്ക് നല്ല ബട്ടറി ആയിട്ട് ബ്ലെൻഡ് ചെയ്താൽ നല്ലൊരു പിഗ്മെൻറ്റേഷനും നമുക്ക് കിട്ടും. കണ്ടില്ല, നല്ല ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മറ്റ് ചിക്സിലും ഞാൻ അങ്ങനെ തന്നെ 2-3 ഡോട്ട്സ് ഇട്ടിട്ട് നോർമലി നമുക്ക് വേണമെങ്കിൽ കൈവച്ചാണെങ്കിൽ ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. അത്രയ്ക്ക് നല്ല സ്മൂത്ത് ഫിനിഷാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയും ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രോൺസ് ചെയ്യാണ്. കോണ്ടോർ അല്ലെങ്കിൽ ബ്രോൺസ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഫേസ് എൻ്റെ കുറച്ച് റൗണ്ട് ആയത് കാരണം എനിക്ക് നല്ല സ്ലിം ആയിട്ടുള്ള ഫേസാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ബ്രോൺസ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഐബ്രോ പെൻസിൽ ഉണ്ടാവുമല്ലോ നമ്മുടെ, അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ബ്രോൺസ് അല്ലെങ്കിൽ കോണ്ടോർ ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പ് ചെയ്യാണ്. ഞാൻ ആദ്യമേ വളരെ ഏറ്റവും ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു പിങ്ക് ഷെയ്ഡ് എടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒരു ക്രീസ് ഒന്ന് ബിൽഡപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതായത് നമുക്കൊന്ന് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ക്രീസ് ഒന്ന് ബിൽഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡുള്ള ഒരു പിങ്ക് പിഗ്മെൻറ്റേഷൻ എടുത്തിട്ട് ഞാൻ ഫുൾ ഐലിഡ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് ഡാർക്ക് ഞാൻ ആക്കുന്നില്ല, പക്ഷെ എന്നാൽ നമ്മുടെ ഐ മേക്കപ്പ് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണം. അതുപോലെയാണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. ഭയങ്കര നൈസ്ലി സോഫ്റ്റ്ലി ആണ് ഞാൻ ഈ ഒരു ഐ ഷാഡോ അപ്ലൈ ചെയ്തേക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഔട്ടർ കോർണറിൽ കുറച്ചും കൂടി ഡെപ്ത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു ചെറിയൊരു ഷിമറി ഷെയ്ഡ് എടുത്തിട്ട്, സെയിം പിങ്ക് കളറിൻ്റെ ചെറിയൊരു ഷിമറി ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ സെൻറ്റർ ഓഫ് ദ ഐലിഡ്സിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം കുറച്ചൊരു അത്ര മാറ്റ് ലുക്ക് വേണ്ട, കുറച്ചൊരു ഷിമറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി ഞാൻ ഐലൈനർ അപ്ലൈ ചെയ്യാണ്. ഐലൈനർ ഞാൻ വിങ് ലൈനർ അല്ല അപ്ലൈ ചെയ്യുന്നത്, നോർമൽ ഒരു ഐലൈനറാണ്. അതായത് ഔട്ടർ കോർണറിൻ്റെ അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. റൗണ്ട് ആയിട്ടുള്ള നോർമൽ ഐലൈനറാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാനിവിടെ പെൻ ലൈനറാണ് എടുത്തേക്കുന്നത്, കാരണം എനിക്കതാണ് കുറച്ച് കംഫർട്ടബിൾ കേട്ടോ. ഒരുപാട് തിന്നും അല്ല, എന്നാൽ ഒരുപാട് തിക്കും അല്ലാത്ത ടൈപ്പായിട്ടുള്ള ഒരു ഐലൈനറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഭയങ്കര എന്താ പറയുക, സൂക്ഷ്മതയോട്
കൂടിയാണ് ഞാൻ കേട്ടോ ഐലൈനർ അപ്ലൈ ചെയ്തേക്കുന്നത്. കണ്ടില്ല ഇങ്ങനെ. ഇനി നെക്സ്റ്റ് നമ്മൾ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഐലൈനർ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അതും കൂടി ജോയിൻ ചെയ്തിട്ട് വേണം നമ്മൾ കാജൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഔട്ടർ കോർണറിലും ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഇന്നർ കോർണറിലും നമ്മൾ ജോയിൻ ചെയ്യുക. കുറച്ച് തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെറുതായിട്ട് മാത്രം ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മസ്കാര ഈ ഒരു ടെക്നിക്കിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല വോല്യൂമിനസ് ആയിട്ടുള്ള നമുക്ക് ലാഷസ് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് 3-4 കോട്ട്സ് ലാഷസ് അപ്പർ ലാഷസിലും അപ്ലൈ ചെയ്യുക ആൻഡ് ലോവർ ലാഷസിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. നെക്സ്റ്റ് നമ്മളൊരു സ്റ്റിക്ക് ഹൈലൈറ്ററാണ് എടുക്കുന്നത്. ഭയങ്കര നാച്ചുറലായിട്ട് തോന്നുന്നൊരു ഹൈലൈറ്ററാണ് കേട്ടോ ഇത്. പേർപ്പിളിൻ്റെ ഹൈലൈറ്ററാണ്. ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ നല്ല ബ്യൂട്ടിഫുള്ളി അത് ബ്ലെൻഡ് ആവും. അതുപോലെ തന്നെ നല്ല നാച്ചുറലായിട്ട്, അതായത് നമ്മുടെ സ്കിന്നിലുള്ള ഗ്ലോ ആണെന്ന് തോന്നുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചീക്സിലും നോസിലും ഫോർഹെഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്നർ കോർണേഴ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇന്നർ കോർണേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഐസ് കുറച്ചും കൂടി വലുതായിട്ട് കുറച്ചും കൂടി ഭംഗിയായിട്ടും തോന്നും. ഇന്നർ കോർണേഴ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കണ്ണിൽ ശരിക്കും ഡിഫറൻസ് അറിയാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ബ്രൗ ബോണിലും കൂടി അപ്ലൈ ചെയ്യുക. അതായത് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ലൈറ്റ് എവിടെയാണോ നമ്മുടെ ഫേസിൽ വരുന്ന അവിടെയൊക്കെ ഹൈലൈറ്റർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ലൊരു നല്ലൊരു മോവി ന്യൂഡ് ലിപ്സ്റ്റിക് ആണ് അപ്ലൈ ചെയ്യുന്നത്. നല്ലൊരു ഷെയ്ഡാണ്, എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന നല്ലൊരു ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഡെയിലി വെയർ അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ഇടാൻ, മീൻസ് ഡെയിലി വെയർ ടൈപ്പ്, ഓഫീസ് വെയർ ടൈപ്പ് ആണ് ലിപ്സ്റ്റിക്. നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ചെറിയൊരു സിംഗിൾ പെൻഡൻറ്റിൻ്റെ മാല ഇട്ടിട്ടുണ്ട് ആൻഡ് ഒരു സിൽവർ കളർ ചുംക്കി ഇയറിങ്സ് ഇട്ടിട്ടുണ്ട്. ഇതാണ് കണ്ടാൽ നല്ല ഭംഗിയായിട്ടുള്ള നല്ല നാടൻ എന്നല്ല എന്നാലും നല്ല സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഞാനൊരു റോയൽ ബ്ലൂ കളർ ബ്ലൗസ് ആൻഡ് നമ്മുടെ പട്ടുപാവാട, അതായത് സെറ്റിൻ്റെ കസവുള്ള പട്ടുപാവാടയാണ് ഇട്ടേക്കുന്നത്. ഇതാണ് ഫുൾ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ്. നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ ധാവണിയായിട്ട് സെറ്റ് മുണ്ടിൻ്റെ സെറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതല്ല ഏതെങ്കിലും ഷോൾ ഇടുകയാണെങ്കിൽ അങ്ങനെ, അല്ല ഇങ്ങനെ തന്നെ ഇടുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ. അപ്പോൾ അതായിരുന്നു നമ്മുടെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, happy and blessed, and love yourself. Bye.